is connecting to. Good evening all. ഇന്ന് ഉറവിന്റെ 88ാമത്തെ നമ്മുടെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ KCTT എറണാകുളത്തിന്റെ പ്രസിഡന്റുമായ നമ്മുടെ സലീന മാമിനെയാണ് ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നത്. സലീന മാമിന് ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നമ്മളോടൊപ്പം എപ്പോഴും ആയിരിക്കുകയും ചെയ്യുന്ന സലീന മാമിന് കൃത്യമായ ഭാഷയിൽ ഹൃദയം കൊണ്ട് പൂച്ചെണ്ടുകൾ നേർന്നുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ വിനീത മാഡത്തിനെയാണ്. വിനീത മാഡത്തിന് നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു നിധിയായിട്ടാണ്. ഇന്ന് നിധി പേടകവുമം ചുമന്നുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എല്ലാവരും ആകാംക്ഷപൂർവ്വം നമ്മൾ കാത്തിരിക്കുന്ന ഈ നിധി പേടകം തുറന്നു കിട്ടാനായിട്ടാണ്. അപ്പോൾ മാഡത്തിനെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിരിക്കുന്നത് സലീന മാം തന്നെയാണ്. മാഡത്തിനും പറഞ്ഞോളും. അടുത്തത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്ന തഹസീൻ മാഡം ഉണ്ട്. തഹസീൻ മാഡത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് പ്രസാദ് സാർ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പേര് പറഞ്ഞുകൊണ്ട് തന്നെ സ്വാഗതം ആശംസിക്കുന്നു. അധികം സമയം കളയുന്നില്ല, നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you. Okay, thank you, dear General Secretary Saiju, respected നമ്മുടെ old past President PV Joseph sir, Paul Padiati sir, Vinita ma'am, and all the dignitaries actually MSA in this platform. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേരുന്നു. ഇന്ന് നമ്മൾ 88ാമത്തതാണ്. നമ്മുടെ വിനീത മാം പോസിറ്റീവ് കമ്മ്യൂൺ തൃശ്ശൂര് ഉള്ളതാണ്. ടീച്ചറാണ്, NSDC ട്രെയിനറാണ്. ഇന്ന് മാമാണ് നമുക്ക് ട്രഷർ ബോക്സുമായിട്ട് വന്നിരിക്കുന്നത്. ഏതോ ഒരു ട്രഷർ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വിനീത മാം എത്തിയിരിക്കുന്നത്. ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വിനീത മാമിലേക്ക് തന്നെ പോകാം. പോൾ പടിയാട്ടി സാറിന് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. താങ്ക് യു. ഇവിടുത്തെ മേഖലാ ട്രെയിനിങ്ങുകളിലെല്ലാം പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് വിനീത. പ്രഗത്ഭയായ ട്രെയിനർ എന്ന് തന്നെ പറയണം. അപ്പോൾ നമുക്ക് ആ ട്രഷർ കേൾക്കാനായിട്ട് ഉടനെ തന്നെ റെഡിയാകാം. ഓവർ ടു വിനീത. Yes, sir. Thank you very much. Selina ma'am, thank you very much. ഈ സായം സന്ധ്യയില് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവർക്കും ഒരു സായാഹ്ന പ്രണാമം. ഒരുപാട് സന്തോഷം തോന്നി സലീന മാം എന്നെ എന്നാണ് വിളിച്ചപ്പോ. പെട്ടെന്ന് വിളിച്ചെടുക്കുമെന്ന് ചോദിച്ച് അപ്പൊ എനിക്കൊരു വണ്ടറായി പോയി. ഞാൻ നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിലൊക്കെ അങ്ങനെ എടുക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഈ പറയുന്ന മാതിരി ഒന്നുമില്ല എന്നല്ല, അങ്ങനെ ഒരു ഇതല്ല. അപ്പൊ ഒരു ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മാം എങ്ങനെയാ അങ്ങനെ വിളിച്ചത്? അപ്പൊ പറഞ്ഞു, പോൾ സാറ് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ആ ഒരു സന്തോഷം ഇരട്ടിച്ചു. നമ്മളങ്ങനെ ഒരു ഐഡന്റിഫൈ ചെയ്ത് വിളിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം, സ്നേഹം. അതുപോലെ ഇവിടെ ഇന്നെത്തിയിട്ടുള്ള ഇപ്പോ എല്ലാവരെയും, വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഓരോരുത്തരെയും എന്റെ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. ഞാൻ എന്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സെലീന മാം സെക്കൻഡ് ഞാനൊന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, വന്നില്ലേ ഇപ്പൊ? വന്നില്ല. വിനീതനെ കോഹോസ്റ്റ് ആകും. അയ്യോ സോറി. അതാക്കിയിട്ടില്ലേ? ഇല്ല, മാഡത്തിനെ ഒന്നും കൂടി ഹോസ്റ്റ് ആക്കി. ഓക്കെ.
മറ്റുള്ള എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാനത് നോക്കി. യെസ്, ഓക്കെ, ഫൈൻ. ഇപ്പോ അല്ല, ഷെയർ ആയിട്ടുണ്ടോ? ഇല്ല, ഷെയർ ആയിട്ടില്ലല്ലോ. ഷെയർ ബട്ടണിൽ അമർത്തി നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്ത് ഓക്കെ വെച്ചിരിക്കുന്ന അതെടുക്കൂ. ഓക്കെ ഓക്കെ ശരി. ആ, ഇപ്പോ വന്നിട്ടുണ്ട്. സ്ലൈഡ് ഷോ കൊടുക്കാം. ഓക്കെ. ഇനി അത് ആ സ്ലൈഡ് ഷോയിലേക്ക് ഒന്ന് ആക്കൂ കേട്ടോ. ഓക്കെ മാം. അല്ല, ആ, കുഴപ്പമില്ല. Correct. യെസ്, ഇപ്പൊ വന്നില്ലേ? Yes, yes, yes. യെസ്, യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാനൊരു ചെറിയൊരു കോട്ട് ഓർമ്മപ്പെടുത്താണ് എല്ലാവരും. മൈൻഡ് ഈസ് നോട്ട് എ വേസ്റ്റ് ബോക്സ് ടു കീപ് ആംഗ്രി, സാഡ്, ഫ്രസ്ട്രേഷൻ, ഫിയർ, ബട്ട് ഇറ്റ് ഈസ് എ ട്രഷർ ബോക്സ് ടു കീപ് ജോയ്, ലവ്, ഹാപ്പിനെസ്. ഇത് കേട്ടിട്ടുണ്ടാകും അല്ലെ എല്ലാവരും? ഒന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ ഈ ഒരു കോട്ട് ഒരിക്കൽ കൂടി? കാണാൻ പറ്റുന്നുണ്ടോ? Mind Yes. is not a dustbin to keep anger, fear, frustration, sad, but it is a treasure box to keep love, happiness, and sweet memories. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു കോട്ട് ആരുടെയാണെന്നൊന്ന് പറയാമോ? ആരുടെ ആയിരിക്കാം ഈ കോട്ട്? ഒന്ന് ഗസ് ചെയ്തൊന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു നോക്കാം. ആരുടെ ആയിരിക്കും ശരിയാവാൻ നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ പേര് അറിയാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് കോട്ടാണ്. മൈൻഡ് ഈസ് നോട്ട് എ വേസ്റ്റ് ബിൻ ബട്ട് ഇറ്റ് ഈസ് എ ട്രഷർ ബോക്സ്, അല്ലെ, ടു കീപ് ലവ്, ഹാപ്പിനെസ്, സ്വീറ്റ് മെമ്മറീസ്. ആരായിരിക്കാം ഇതിന്റെ പുറകിലെ? ഗസ് ചെയ്തിട്ട് പറയാം നമുക്ക്. ആരാണ് മാം? പെട്ടെന്നോ? ഫേമസ് ആണ്. എന്തോ? ആ, ഓതർ പുസ്തകത്തിന്റെ പേര് ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ഓതറിന്റെ പേര് വന്നില്ല. ഡാനിയൽ ഗോൾമാൻ. Power of the- അല്ല, ആരുടെ കോട്ടാണ് എന്നുള്ളതാണ്. എന്ത് സാറേ? വിവേകാനന്ദനാണോ? ഒന്ന് എല്ലാവരുടെയും ഒപ്പീനിയൻ പറയാം, നമുക്ക് നോക്കാം ആരുടെ ശരിയാവാന്ന് നമുക്ക് നോക്കാലോ. ഡാനിയൽ ഗോൾമാൻ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു. ഇനിയുള്ളവർക്കും കൂടി ആ മനസ്സിൽ വരുന്ന ആ ഒരു ആരായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടാവല്ലോ, ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഒന്ന് രണ്ടു പേർക്കും കൂടി ഒരു അവസരമുണ്ട്. ആരുടെ ആയിരിക്കും ശരിയാവുക നമുക്ക് നോക്കാം. ഫേമസ് കോട്ടാണ്. ഓക്കെ, ഞാനിവിടെ പിക്ചർ ഇടാം. ആരുടെ ആയിരിക്കും ശരിയായിട്ടുണ്ടാകുക എന്നുള്ളത്, ആ ചാൻസ് അല്ലെ? ആരാണ്? വിവേകാനന്ദ സ്വാമി. പ്രസാദ് സാറാണെന്ന് പറഞ്ഞത്. യെസ്, പ്രസാദ് സാർ പറഞ്ഞു. കറക്റ്റ് ആൻസർ ആയിരുന്നു അല്ലെ? വിവേകാനന്ദ സ്വാമിയുടെ ഒരു കോട്ടാണ് എന്നെ ശരിക്കും ആകർഷിച്ച ഒരു കോട്ടാണ്. അതായത് നമ്മുടെ മനസ്സ് ശരിക്കും എന്താണ്, വേസ്റ്റ് ബിൻ ആണോ അതോ ട്രഷർ ബോക്സ് ആണോ എന്ന്. അപ്പൊ നമുക്കത് നോക്കാനായിട്ട് എളുപ്പവഴിയാണ്. നമുക്ക് നോക്കാം നമ്മളുടെ മനസ്സിൽ എന്താണ് കൂടുതൽ, സങ്കടങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ പേടി, ബുദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മുഴുവനും സന്തോഷം, അതേപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് സ്വീറ്റ് മെമ്മറീസ്, സ്നേഹം, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ എന്ന് ഒന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. എന്നിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ മനസ്സ് എന്താണ്. ഇപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവും, പക്ഷെ ഏതാണോ കൂടുതലായിട്ടുള്ളത്, ഏതാണോ നമ്മളിൽ കൂടുതൽ, അതനുസരിച്ച് നമ്മളിത് പറയാൻ പറ്റും. അപ്പൊ ഒന്ന് ചാരിതാപക്ഷം, സമാധാനം, സംതൃപ്തി, സ്നേഹം, നല്ല നല്ല ഓർമ്മകളാണ് കൂടുതൽ എങ്കിൽ നമ്മൾ ട്രഷർ ബോക്സ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ല, നമുക്ക് ഇതൊക്കെ കുറവാണ്, പക്ഷെ നമുക്ക് എപ്പോഴും സങ്കടം, വിഷമം, ദേഷ്യം, വെറുപ്പ്, ഇതൊക്കെയാണെങ്കിൽ എന്തായിരിക്കും, ഒരു വേസ്റ്റ് ബിൻ ആയിട്ടായിരിക്കാം ഇരിക്കുന്നത്. അപ്പൊ ഏതാണ് എന്നൊന്ന് സെൽഫ് ഒന്ന് നോക്കിയിട്ട്
ഒന്ന് ചാറ്റ് ബോക്സിൽ വരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലും മതി. സ്വയം നമ്മളിലേക്ക് ഒന്ന് നോക്കുന്നതാണ്. ഏതായിരിക്കാം? നമുക്കിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോവാട്ടോ. For me, I am a treasure box. ട്രഷർ ബോക്സ്. ഓക്കെ, വെരി ഗുഡ് I മാം, വെരി have ഗുഡ് മാം. I have more of sweet memories and happiness only. ഓക്കെ And മാം, love. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ശരിക്കും മാമിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. മനസ്സിൽ കൂടുതലും നിറവാണ്, നിറഞ്ഞു നിൽക്കുന്നത് സന്തോഷമാണ്, നല്ല നല്ല പഴയ ഓർമ്മകളാണ്. അതുകൊണ്ടാണ് മാം വേഗം പറഞ്ഞത്. ഒന്ന് നമുക്ക് പറയാം, എങ്ങനെയാണ് ഒന്ന് രണ്ടു പേർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം എന്താ? ട്രഷർ ബോക്സ് ആയിട്ട് നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പോലെ ആ ഒരു ഇതിൽ നിന്ന് ഒന്നും കൂടി ഹൈ ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് പറയാം. ചാറ്റിൽ രണ്ടുമൂന്ന് പേര് ലവ്, ഫിയർ, ടുഡേ മോർ വറീസ് അബൌട്ട് സർട്ടൻ തിങ്സ്, ട്രഷർ ബോക്സ്, മാത്യു ട്രഷർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടല്ലോ, ഞാൻ കാണുന്നില്ല കേട്ടോ ചാറ്റ് ബോക്സ് എന്റേല്, അതാണ് കാണുന്നില്ല, സോറി. ആ ചാറ്റ് എന്നുള്ള സാധനത്തിലൊന്ന് പ്രസ് ചെയ്താൽ മതി, താഴെയുള്ള. അതെയല്ലേ, ചാറ്റില് കണ്ടില്ല, സോറി ട്ടാ. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ട്രഷർ ബോക്സ് ആകണം. അപ്പൊ എങ്ങനെയാണ് നമുക്കിപ്പോ ഒരു എന്റെ ഇന്നത്തെ ടോപ്പിക് തന്നെ ട്രഷർ ബോക്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി നമ്മളിപ്പൊ എങ്ങനെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒന്നുകൂടി അതിനെ ഒരു ട്രഷർ ബോക്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്താണ് അതിൽ എപ്പോഴും സൂക്ഷിക്കുക? നമ്മുടെ അലമാരിയിൽ ഇരിക്കുന്ന ഒരു ട്രഷർ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും? ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ അതിൽ സൂക്ഷിക്കുക? അങ്ങനെ ആയിരിക്കില്ലേ? യെസ്, വാല്യുബിൾ തിങ്സ്. വാല്യുബിൾ തിങ്സ് ആണ്. അതായത് നമുക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് അത് എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള, എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന അങ്ങനെയുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ ട്രഷർ ബോക്സിൽ വെക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ ഒരു ട്രഷർ ബോക്സ് ആക്കുമ്പോ അതില് എപ്പോഴും നമുക്ക് നല്ലത് അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന, സമാധാനം തോന്നുന്ന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം അതിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ട്രഷർ ബോക്സ് ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ മാറണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഞാൻ പറയണത്, നമ്മള് ഒരുപാട് വ്യക്തിത്വങ്ങള് നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ മനസ്സ് ട്രഷർ ബോക്സ് ആയി, അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഹാപ്പിനെസ്സും സ്വീറ്റ് മെമ്മറീസും ജോയ് ഒക്കെ ആണെങ്കിൽ അവരെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. നമ്മളൊരു ഇത് ചൊല്ല് പറയൂ അല്ലെ, എന്താണ്, മുഖം എന്തിന്റെ, എന്താ പറയാ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? മുഖം മനസ്സിന്റെ കണ്ണാടി. മനസ്സിന്റെ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സ് ശരിക്കും ഒരാളുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അല്ലെ? നമ്മള് പെട്ടെന്ന് നമുക്കൊക്കെ പെട്ടെന്ന് അറിയാം. ഇപ്പൊ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഒക്കെ ആകുമ്പോൾ ശരിക്കും ഒരാളുടെ മുഖം കണ്ട അവരുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് ഒരു പരിധി വരെ വായിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണെന്ന് നമുക്ക് ഒരു പരിധി വരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ഈ പറയുന്ന രീതിയിലുള്ള മനസ്സാണെങ്കിൽ അവരുടെ മുഖത്ത് നമുക്ക് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും? ഇപ്പൊ നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആരെങ്കിലും, അതായത് അവരുടെ മനസ്സ് അത്രയും എന്താ പറയാ, ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരെപ്പോഴും നല്ലൊരു മൂഡിലായിരിക്കും എന്നുള്ളവരുടെ ആ മുഖം കണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പേര് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ ഇതിലെ? മോഹൻദാസ് ഒരു ഹാപ്പി പേഴ്സൺ ആണ്. ആരാണ് സാർ? മോഹൻദാസ്, നോക്കിക്കോളൂ. മോഹൻദാസ് സാറിന്റെ ക്ലാപ്പ് കൊടുത്തേ. മോഹൻദാസ് സാറിന്റെ മനസ്സ് ഒരു ട്രഷർ ബോക്സ് പോലെയാണെന്ന്. വെരി ഗുഡ്, അതൊരു അംഗീകാരമാണ് സാർ. പടയാട്ടി സാറ് പോൾ പടയാട്ടി സാറും ഒരു ട്രഷർ ബോക്സ് തന്നെയാണ് അല്ലെ? അതായത് ആ മനസ്സാണ് സാറിന്റെ. സാറിന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ചിരിയും ആ മുഖത്ത് ആ നിറവ് അല്ലെ, ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരാളുടെ പേരും കൂടി ഐഡന്റിഫൈ ചെയ്ത് പറയാം. സലീന മാം. സെലീന മാം. ഓക്കെ, വെരി ഗുഡ്. സെലീന മാം. തെഹസീൻ മാമും അതുപോലെ തന്നെയാ. തെഹസീൻ ഇസ് ഓൾസോ വെരി സ്വീറ്റ്. എനിക്കിപ്പോ മനസ്സിലായത് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും ട്രഷർ ബോക്സ് ആണ്. അവിടെ ഇനി വന്ന് ഇതിന്റെ ഒരു ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അത്രയും നിറഞ്ഞു നിൽക്കുന്ന, അത്രയും മനസ്സ് പ്യൂരിഫൈ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. ഒരുപാട് സന്തോഷം.
അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഷെയർ ചെയ്ത് പോവാം. ഞാനൊന്നും പ്രത്യേകിച്ച് പറയണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകതയും കൂടി നമുക്കൊന്ന് പറയണം. ഈ മനസ്സ് ഇത്രയും നല്ല പ്യൂരിഫൈ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ചിന്താഗതിയോട് കൂടി, നല്ല സ്വീറ്റ് മെമ്മറീസോട് കൂടി നടക്കുന്നവരുടെ, അങ്ങനെയുള്ളവരുടെ പ്രത്യേകത ഒന്ന് പറയാമോ? എന്തായിരിക്കും അവരുടെയൊക്കെ? ഇപ്പൊ നമ്മൾ കുറച്ച് പേരുടെ പേര് പറഞ്ഞു, പോൾ സാറ് പറഞ്ഞു, അതേപോലെ സലീന മാം പറഞ്ഞു, മോഹൻദാസ് സാറിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല്ലേ ഇവരെ? പിന്നെ കാര്യങ്ങളെ ഇവരുടെ അടുത്ത് ചെല്ലുന്ന കാര്യങ്ങളെ പറഞ്ഞോ ഒരു മാം. കാര്യങ്ങളെ അവരെപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും കാണുന്നത്. യെസ് സർ, അതെ, നമ്മളോട് കാര്യങ്ങളെ പല വളരെ പോസിറ്റീവായി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ആയിരിക്കും. യെസ്, പോസിറ്റീവായിട്ടായിരിക്കും കാണാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആയിരിക്കും. Yes. ആർക്കും അപ്രോച്ചബിൾ ആയിരിക്കും. ആർക്കും Yes. നമുക്ക് എന്തും ചെന്ന് ചോദിക്കാം. പിന്നെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഒരു എന്താ പറയാ, ഒരു വേറൊരു ലെവലായിരിക്കും മറ്റുള്ളവരിൽ നിന്ന്. അപ്പൊ അങ്ങനെ ആവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു അമ്മ കേറി വരണം. അപ്പൊ ആ അമ്മ കേറി വരുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ ഈ സൈഡിൽ പിടിച്ചുകൊണ്ടായിരുന്നു. കയറി വന്നു, ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. ബസ്സിൽ കയറി ഞാനിരിക്കുന്നത് ഒരു 3 സീറ്റുള്ള ഒരു ആ സീറ്റിലാണ് ഇരിക്കുന്നത്. ഈ അമ്മ ഒരു 10, 55, 60 വയസ്സൊക്കെ ഉണ്ട്. ആ അമ്മ എന്റെ സൈഡ് സീറ്റിൽ തന്നെ തൊട്ടിപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് കാണാം, ഈ കയറി വരുന്നതും കണ്ടു, അവിടെ ഇരിക്കുന്നതും കണ്ടു, ഈ കൈ ഇവിടെ നിന്ന് മാറ്റുന്നേ ഇല്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഈ എന്റെ അടുത്തിരുന്ന 2 പേര് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പൊ ഈ ചേച്ചി എന്റെ അടുത്ത് വന്നിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ആ സീറ്റിൽ ഇരുന്നിരുന്ന ചേച്ചി നല്ല തടിച്ചിട്ടായിരുന്നു. അപ്പൊ ഇച്ചിരി ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്റെ അടുത്ത് വന്നിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കി. അപ്പൊ നോക്കിയിട്ട് ഞാനിങ്ങനെ കൈ മാറ്റാത്തത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണേ ചോദിച്ചു. അപ്പൊ ചേച്ചി എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഇന്ന് നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് എന്റെ ഭർത്താവ് തന്ന ഒരു സമ്മാനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് വീണ്ടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആൾക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാല് ആള് ഉടനെ അടിക്കും. അതായത് എവിടെയാണ് അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇഷ്ടപ്പെടാതിരിക്കുന്ന കാര്യങ്ങള് പറയാതിരിക്കാൻ എനിക്കും പറ്റില്ല. അങ്ങനെ ഒരു അടി അടിച്ചത് എന്റെ ചെവിയില് ആയിരുന്നു, ഇവിടെ ഭാഗത്തായിരുന്നു അടിച്ചത്. അടിച്ചിട്ട് അവിടെ ആ ഇയർ ഡ്രം അവിടെ പൊട്ടി. അപ്പൊ ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു പസ് വരുന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യണേ? അപ്പൊ ആള് പറഞ്ഞു, ആൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ വന്നത് ഒരു ഇമോഷനാണ് അല്ലെ? നമുക്ക് ദേഷ്യം എന്ന് പറയണത് എന്താണ്? നമുക്കൊരു ഇമോഷനാണ്. അപ്പോ ഞാനിങ്ങനെ അത് കഴിഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ അടുത്ത സ്റ്റോപ്പിൽ അവർ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, ഈ ദേഷ്യം വരുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിനു മുന്നേ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളുടെ ഒരു ബേസിക് ഇമോഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്? ഏതൊക്കെയാണ് നമ്മുടെ ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ പറയൂലേ, പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്ന പോലെ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ എന്ന് പറയൂലേ പ്രാഥമിക. happiness, sadness, joy, surprise, anger, fear. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇമോഷൻസ് ആണ് അല്ലെ? ഒരുപാട് 10, 60 ഇമോഷൻസ് വേരിയൻസ് ഉണ്ട് എന്നാ പറയണേ. പക്ഷെ ബേസിക് ഇമോഷൻസ് നമ്മൾ പറയുന്ന പോലെ, പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പോലെ ബേസിക് ഇമോഷൻസ്, ഒരു പ്രാഥമിക വികാരങ്ങൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഇപ്പൊ സലീന മാം പറഞ്ഞ പോലെ ആങ്കർ, ഫിയർ, സാഡ്, ജോയ്. ഇത് കൂടിയും കുറഞ്ഞും, അല്ലെങ്കിൽ ഇത് ഓരോന്നും മിക്സ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുക. ഇതില് ഇപ്പൊ പറഞ്ഞു, നമ്മളെ ഈ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു. ഇവിടെ ഇതില് ഏത് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് അവിടെ ഹസ്ബൻഡ് അടിച്ചേന്ന് പറഞ്ഞത്? ഏതായിരുന്നു?
ആങ്കർ ആങ്കർ Anger. ആങ്കർ അല്ലെ? ഓക്കെ, യെസ്. ആ ആങ്കർ എന്ന് പറഞ്ഞ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് അവിടെ അടിച്ചത്. നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ അടിക്കുക എന്നുള്ളതല്ല, നമുക്ക് ദേഷ്യം സഹിക്കുക വയ്യാതെ വന്നപ്പോൾ, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പറയും, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തില് വിഷമങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യെസ് ഓർ നോ? എങ്ങനെയായിരിക്കും? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റുള്ളവർക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈവൻ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ലൈഫിൽ വീട്ടിൽ തന്നെ ഭാര്യനോട് എന്തുമാത്രം ദേഷ്യപ്പെടാറുണ്ടെന്ന് അറിയോ? യെസ്, പോൾ സാർ വളരെ തീർച്ചയായിട്ടും. സത്യസന്ധമായിട്ട് പറഞ്ഞു. സാറിന് ദേഷ്യം വരുമ്പോ ഭാര്യയുടെ അടുത്ത് എന്തുമാത്രം കാര്യങ്ങളാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഊഹിക്കാം സാറിന്, അല്ലെ? ഓക്കെ, ഇനി ആർക്കെങ്കിലും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഈ പുറകിൽ നിന്ന് ഞാൻ അമിതമായിട്ട് ഹോൺ അടിക്കുമ്പോ അവരോട് വണ്ടി ഓടിക്കുമ്പോഴേ ആ നമുക്ക് പോകാനുണ്ടെങ്കിൽ അവരെ ചിലപ്പോ നമുക്ക് കൊല്ലാനുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യം വരും. ഓക്കെ സാർ, പുറകിന്ന് അനാവശ്യമായി ഹോൺ അടിക്കുമ്പോ അല്ലെങ്കിൽ കടന്നു പോകാൻ ഒരു വഴിയില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് ഹോൺ അടിക്കുമ്പോ ആ ദേഷ്യം സാറ് പറഞ്ഞപ്പോ ആ ഒരു കൊല്ലാനുള്ള ദേഷ്യം എന്ന് പറയുമ്പോ എത്രത്തോളം ദേഷ്യം നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, ഒരാൾക്കും കൂടി ഷെയർ ചെയ്യാം ഈ ഒരു ആങ്കറിന്റെ ആ ഒരു ആ ഞാൻ തീവ്രത. ഇപ്പൊ ഓക്കെ ഞാൻ ട്രഷർ ബോക്സ് ആന്ന് പറഞ്ഞെങ്കിലും സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന കാലത്ത് നന്നായി ദേഷ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളോട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ദേഷ്യപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന ഇമോഷൻസ് എല്ലാനും നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ? ഈ പറയുന്ന ഇപ്പൊ ആവശ്യമുണ്ട്. ബേസിക് ആവശ്യമുണ്ട്, അല്ലെ? അതായത് ഈ പറയുന്ന എല്ലാ ഇമോഷനും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ എങ്ങനെയായിരിക്കണം? ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ, അതായത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഇമോഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ എന്താണ്, നമുക്ക് തോന്നുന്നിടത്ത് നമുക്ക് എവിടെയാണോ പറ്റുന്നത് അതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഇല്ലാതാക്കാനും അല്ല വേണ്ടത്. അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, അല്ലെ? ആങ്കർ കൂടുമ്പോഴേ പ്രശ്നമുള്ളൂ. ആവശ്യമുള്ളിടത്ത് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കുക തന്നെ വേണം. പക്ഷെ കൂടാതെ നോക്കണം. എങ്കിലും നമ്മളുടെ കൂടുതൽ പേരും പറയുന്നു എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോ അങ്ങനെ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാനൊന്ന് ചോദിക്കുകയാണ്, നമുക്ക് ദേഷ്യം, നിങ്ങൾക്ക് എല്ലാവരുടെ മനസ്സിലേക്കും നിങ്ങൾ ഏറ്റവും ദേഷ്യം തോന്നിയ, ഇപ്പൊ ഇന്നലെയോ ഇന്നോ മിനിഞ്ഞാന്നോ ഒരാഴ്ച മുമ്പോ ഏറ്റവും ദേഷ്യം തോന്നിയ ആ ഒരു ഈവന്റ് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഏറ്റവും ദേഷ്യം തോന്നിയത് ആരോടെങ്കിലും ആയിരിക്കും, വീട്ടിലുള്ളവരോടായിരിക്കും, ഓഫീസിലുള്ളവരോടായിരിക്കും, പുറമെ ഉള്ളവരോടായിരിക്കും. മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ, ഇന്ന് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം മതി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം വന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ദേഷ്യം വരുമ്പോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ഷെയർ ചെയ്യാമോ? ബ്രീത്തിങ് ഭയങ്കര ഇതാവും. ബ്രീത്തിങ് കൂടും, അല്ലെ? നമ്മുടെ ബ്രീത്തിങ് പെട്ടെന്ന് കൂടും. നമ്മൾ വളരെ കാമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ദേഷ്യം അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ബ്രീത്തിങ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നത്തെ ചേഞ്ച് എന്താണ്? ശരീരം ഭയങ്കര ഹോട്ടായി ഷിവർ ചെയ്യും. യെസ്, നമ്മുടെ ശരീരമൊക്കെ പെട്ടെന്ന് ഷിവർ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി ആകെ അങ്ങോട്ട് ഹോട്ടാവും, അല്ലെ? ഓക്കെ, പിന്നെ ശബ്ദം ഭയങ്കര ഉറക്കയാവും. ശബ്ദം ഷാർപ്പാവും. ഭയങ്കര എന്താ പറയാ, ഒരു Yes. പേടിക്കുന്ന തരത്തിലുള്ള ഷാർപ്പ് ശബ്ദം വരും. പിന്നെ ഇത്രയൊന്നല്ല, ഇനിയും വരും, അല്ലെ? പിന്നെന്താ? ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് ഒക്കെ, കൈയൊക്കെ കയ്യ ചുണ്ടാൻ തുടങ്ങും. കൈയൊക്കെ തരിക്കും, കൈയൊക്കെ ചൂണ്ടാൻ തുടങ്ങും, അല്ലെ? പിന്നെന്താണ്? കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും, നെറ്റി ചുളിക്കും, അല്ലെ? നെറ്റി ചുളിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിൽ പെട്ടെന്നാണ് ഈ ചേഞ്ചസ് ഒക്കെ വരാം. ഇനി എന്താണ്? നമ്മൾ കാമായിട്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. ആ എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഗുഡ് എനർജി ആയിരിക്കില്ല, ഒരു ബാഡ് എനർജി ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണത്. അപ്പൊ ആ എനർജി രണ്ട് സ്ഥലത്തേക്കാണ് കൂടുതലായിട്ട് ഫ്ലോ ചെയ്യുക. ഏത് സ്ഥലത്തേക്കായിരിക്കും? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ദേഷ്യം വരുമ്പോ ഏത് സ്ഥലത്തേക്കായിരിക്കും ആ ദേഷ്യം നല്ല പോലെ ഫ്ലോ ചെയ്യണത്?
യെസ്, നോക്കൂ, ഒരു കൈ. പാട്ട് കയ്യിലേക്ക് പോകും. അടുത്ത പാട്ട് എവിടേക്ക് പോകും? അടുത്ത കൈ പ്രയോഗം നമുക്ക് നടത്താൻ പറ്റുന്നോണ്ട് നമ്മൾ കയ്യിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എവിടേക്കായിരിക്കും പോവാ? യെസ്, നാക്കിലേക്ക്, അല്ലെ? കറക്റ്റ്. ഈ രണ്ട് സ്ഥലത്തേക്കായിരിക്കും എനർജി അങ്ങോട്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നു. നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ആരുടെ അടുത്താ? നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത്. നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത്, അല്ലെ? യെസ് മാം. ആരായിരിക്കും ആ സ്വാതന്ത്ര്യമുള്ളവരെന്ന് പറയണത്? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ, മക്കള്. ഭാര്യ, മക്കള്, കൂടി വന്ന അച്ഛൻ, അമ്മ. അമ്മ, അച്ഛൻ, യെസ്, സ്റ്റുഡൻസ്. ഇവിടെ സ്റ്റുഡൻസ്. ഓക്കെ, അവര് കേട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ അടുത്തും പ്രയോഗിക്കും. ഞാനും ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളല്ല, എന്നാലും ദേഷ്യപ്പെടും ഹസ്ബൻഡിന്റെ അടുത്ത്, മോന്റെ അടുത്ത്, എന്റെ അമ്മയുടെ അടുത്ത്. ഇവരുടെ അടുത്താണ് എന്റെ ദേഷ്യമൊക്കെ കഴിച്ചു വിടുന്നത്. പെട്ടെന്ന് റേസ് ആവാം. അപ്പോ ഇപ്പൊ അതിനൊക്കെ മാറ്റം വരുത്തിട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാ ഒന്ന് ആലോചിച്ച് നോക്കിയാല് ഇവരുടെ അടുത്ത് നമ്മൾ ദേഷ്യം പ്രകടിപ്പിച്ച തിരിച്ച് നമ്മുടെ ശരീരം ഒന്നും കേടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ബാധിക്കും എന്നുള്ളിടത്ത് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത് ശരിയാണോ? ആണോ? നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ദേഷ്യം, മിക്കവരും പറയുമല്ലോ എനിക്ക് ദേഷ്യം വന്ന കണ്ണ് കണ്ടൂടാ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. ഈ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് നമ്മൾ അവിടെ ആ ദേഷ്യം പ്രകടിപ്പിച്ചാൽ അവർ കണ്ടു നിൽക്കും, അല്ലെങ്കിൽ അത് കേട്ട് നിൽക്കും എന്നുള്ളിടത്ത് മാത്രമേ നമ്മൾ പ്രകടിപ്പിക്കുന്നുള്ളൂ. അല്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം യെസ് പറയാ, അല്ലെങ്കിൽ നോ പറയണട്ടോ. നമുക്കൊരു ഷെയറിംഗ് ആണ്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത്രയും സ്നേഹമുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഇത്രമാത്രം ദേഷ്യം പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവടത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ? ഞാൻ ഇപ്പോ ഈ ദേഷ്യത്തിനെ ഒരു ഫയർ ആയിട്ട് കണക്ട് ചെയ്യാണ്. അതായത് ഒരു തീ, നമ്മൾ വേസ്റ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പറമ്പിൽ ഇട്ട് കത്തിക്കും, അല്ലെ? തീ കത്തിക്കും. തീ കത്തിക്കുമ്പോ എന്താ, ആ സാധനങ്ങളൊക്കെ കത്തിപ്പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ ചുറ്റുപാടും എന്താണോ ഉള്ളത് അതിനൊക്കെ എന്ത് സംഭവിക്കും? അതും നശിക്കും. അതും അതിനും വാട്ടം തെറ്റും. യെസ്, അതിന് വാട്ടം തെട്ടും, അല്ലെങ്കിൽ അത് ചിലപ്പോ നശിക്കാം. സെയിം വേ ഇതുപോലെ തന്നെയാണ് നമ്മള് ദേഷ്യപ്പെട്ട് ഒരു ഫയർ ആയിട്ട് മാറണം. അങ്ങനെ ഫയർ ആയിട്ട് മാറുമ്പോ എന്താണ്, സ്വയം നമ്മള് നശിക്കുന്നുണ്ട്, അല്ലെ? എന്താ, നമ്മൾ സ്വയം നശിക്കുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ എനർജി ഫ്ലോ കൂടുന്നു, നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. നമ്മളൊരു കാമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ഒക്കെ ചേഞ്ച് വരാണ്. ആ ഹോർമോൺസ് ചേഞ്ച് വരുമ്പോ നമ്മളുടെ ആ നല്ല ആ ഒരു കാമായിരുന്നത് നമ്മൾ മാറാണ്. അതായത് അപ്പൊ നമ്മൾ കുറച്ച് എനർജി ലെവൽ അവിടെ കുറയാ ചെയ്യണം, വെറുതെ കത്തിപ്പോവാണ്. ഒപ്പം തന്നെ നമ്മളുടെ ആ ദേഷ്യം ആരിലേക്കാണ് എത്തുന്നത്, അവരും സ്വാഭാവികമായിട്ട് അവരുടെ എനർജി ലെവൽ കുറഞ്ഞ് അവരും അവിടെ വാടി തളരുന്നുണ്ട്. നമ്മുടെ മക്കളാവാം, അച്ഛനും അമ്മയാവാം, ഭാര്യയാകാം, അല്ലെങ്കിൽ ഭർത്താവാകാം. ദേഷ്യം ഒരാൾക്കായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ അതിന്റെ ചൂടേറ്റ് മറ്റുള്ളവരും വാടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തീ പോലെ ഇപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാം. നമ്മുടെ ഇമോഷനെ, ഈ പറയുന്ന ആങ്കർ എന്ന് പറയുന്ന ഇമോഷനെ ബാലൻസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവാന്നുള്ളതാണ്. ദേഷ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാം, ഞാനിപ്പോ എന്താകാൻ പോകുന്നു? ഫയർ ആകാൻ പോകുന്നു. ഞാനും നശിക്കും, എന്റെ ചുറ്റുപാടുമുള്ളവരും ഒരു പരിധി വരെ അവർ നശിക്കും. അപ്പൊ ഈ ഒരു കാര്യം വേണോ വേണ്ടയോ? വേണമെങ്കിൽ എനിക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം, അല്ലെ? നമുക്കിത് നന്നായിട്ട് അവോയ്ഡ് ചെയ്യാനും അതിനെ മാറ്റി നിർത്താനും അതിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേണ്ടപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും നമ്മളോട് സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ഈ മൂർച്ചയേറിയ ആ വാക്കുകൾ കൊണ്ട് അവരുടെ ഹൃദയത്തില്, അല്ലെ? ഇപ്പോ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ആ അമ്മയുടെ ചെവി പൊട്ടി. ഇപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റി, അല്ലെങ്കിൽ പൊട്ടി ഒലിച്ചു എന്ന്. പക്ഷെ അത് കൈപ്രയോഗം നടത്തിയപ്പോ അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മനസ്സിലേക്ക് കൊടുക്കുന്ന ആ പറയുന്ന ആ ഒരു തീവ്രമായ വാക്കുകള് മുറിവേൽപ്പിക്കുമ്പോ അതിന്റെ ആഴം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന്റെ മുറിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എത്രത്തോളം അവരെ തളർത്തിക്കളയുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഒരാളെ ഒന്നുമല്ലാതാക്കാൻ, അവരുടെ എല്ലാ കഴിവുകളെയും ഇല്ലാതാക്കാനും നമ്മുടെ ഈ വാക്കുകൾ കൊണ്ട് പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ വരുന്ന ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്ന ആ ദേഷ്യം വരുമ്പോ ഇനി മുതൽ നമ്മൾ എന്താ, ഒന്ന് നമ്മളെ തന്നെ, നമ്മളിലേക്ക് തന്നെ, നമ്മളെ കുറിച്ച് ഒരു അവെയർ ആകാം. എനിക്ക് ദേഷ്യം വരാൻ പോകുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് സംഭവിക്കുമ്പോ എന്റെ മറ്റു ചുറ്റുപാടുള്ളവർക്ക് ഇത് സംഭവിക്കുന്നു, വേണോ വേണ്ടയോ? ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് അതിനെ പല രീതിയിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ആങ്കർ മാനേജ്മെന്റിൽ പല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോവാം, ആ സിറ്റുവേഷനിൽ നിന്ന് വേണമെങ്കിൽ മാറിപ്പോവാം. അല്ലെങ്കിൽ എന്താണ്, വേറെ എന്തെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാം. ഇന്ന് ഞാനൊരു പരീക്ഷിച്ചൊരു കാര്യം പറയാട്ടോ. ഒന്ന് ദേഷ്യം വന്നു, പെട്ടെന്ന് മോന്റെ അടുത്താണ് ദേഷ്യം വന്നപ്പോ എനിക്ക് വന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്നുള്ളതൊരു ആലോചന. പിന്നെ ഈ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയതിന്റെ പുറത്ത് ഞാനൊന്ന് മാറി നിന്നൊന്ന് ചിരിച്ചു. അപ്പൊ ചിരിച്ചപ്പോ സത്യം പറഞ്ഞാൽ എന്റെ ദേഷ്യം മാറി കേട്ടോ. ഇന്ന് കിട്ടിയ ഒരു അനുഭവം ഞാൻ പറയാണ്. നമുക്ക് അത്രയും ദേഷ്യം വരുമ്പോ അതിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് നമ്മൾ തന്നെ മനസ്സിനെ നമുക്ക് മാറ്റാലോ, എങ്ങനെ വേണമെങ്കിലും. ഒന്ന് ചിരിച്ചു കഴിയുമ്പോ ആ ദേഷ്യത്തിന്റെ അളവൊക്കെ നമുക്ക് കുറയും. അപ്പൊ നമ്മൾ അവെയർ ആവാം, നമുക്കിപ്പൊ എന്താ വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ അവയർനെസ്സിലേക്ക്, നമ്മളൊരു എന്താണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഉണ്ടാകുന്ന ഇമോഷൻ എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് പോലെ. ഇതില് എത്ര ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ട്? ഒന്ന് നമ്മൾ ഈ ദേഷ്യവും ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ ഒരു റിലാക്സേഷൻ വേണ്ടേ? ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് നമ്പർ പറഞ്ഞോ, എത്ര ഉണ്ട്? 7. ഓക്കെ, എല്ലാവർക്കും പറയാട്ടോ. 9 വരെ ഞാൻ കണ്ടു. ഓക്കെ, ഇനിയും 9, 10, നോക്കാം. 10, 10. ഓക്കെ, 11. 11. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആരാ 11 പറഞ്ഞത്? സെലീന മാം ആണോ 11 പറഞ്ഞത്? ഞാൻ മാത്രമാണ് സംസാരിക്കണേ, ബാക്കി എല്ലാരും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. പോൾ സാറും അവരവിടെ ഇടയ്ക്കെന്ന് പറയുന്നുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാം. എന്തായാലും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. എത്ര എണ്ണം ഉണ്ട്? കറക്റ്റ് ആൻസർ പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സെലീന മാം ഒന്ന് പറയാമോ എവിടെ എന്തൊക്കെയാണെന്നൊന്ന്? ഓക്കെ, ഈ ആനയുടെ തുമ്പിക്കൈ ഒരു മീനാണ്, താഴെ ഒരു ക്രോക്കഡൈൽ ഉണ്ട്, ഇപ്പുറത്ത് 2, കണ്ണൊരു മീനാണ്, 3, ഒരു ചെവി ഒരു ടോട്ടോയ്സ് ആണ്, 4, ഇപ്പുറത്ത് കുതിരയുണ്ട്, 5, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, 6, 7, കൊതുകുണ്ട്, 8, പാമ്പുണ്ട്, 9, ആനയുണ്ട്. 10. ആനയുണ്ട്. 10 ഒരെണ്ണം കൂടി ഉണ്ട് മാം. ഉണ്ട്. ഏതാണ്? എലിയുണ്ട്. എലി, താഴെ എലിയുണ്ട്. എലി. ഇനി ഇതിൽ കൂടുതൽ വേറെ ആർക്കെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സെലീന മാം എന്താ പറയാ, പ്രൈസ് അടിച്ചു കേട്ടോ. സെലീന മാം സൂപ്പർ. മാമിന് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക എല്ലാവരും. ഒരു നിമിഷം കൊണ്ടല്ലേ, ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് സെലീന മാം ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തു. 11 ജീവികളാണ് ഇതിലുള്ളത്. അപ്പൊ മാമിനൊരു സമ്മാനം കൊടുക്കണം കേട്ടോ പോൾ സാർ. ഞാൻ കാണുന്നു സമ്മാനം ഞാൻ പോൾ സാറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവോ? 11 എണ്ണം കണ്ടെത്തിയവരൊന്ന് പറയാമോ? ഞാൻ കണ്ടെത്തിയെന്നെങ്കിലും ഒന്ന് പറയാമോ? സെലീന മാം പറയുന്നതിന് മുമ്പ് 10 എണ്ണം വരെ പോയില്ലേ? ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് 8 വരെ കിട്ടി. 8 വരെ. വേണുഗോപാൽ സാറിന് കിട്ടിയില്ലേ? വേണുഗോപാൽ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പറയുന്ന ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്?
നമ്മൾ എന്തായിരിക്കണം എന്ന് പറഞ്ഞത്? അവെയർ ആവുക, സെൽഫ് അവെയർ ആവുക, സെൽഫ് അവെയർ ആവുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. നമ്മള് എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ആണ്. നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ എന്താണ് മാറ്റം വരുന്നത്, എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വരുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ ഇമോഷനെ അതായത് ഹൈ ലെവലിലേക്ക് പോവാതെ, അതായത് ഒരു ഡീപ്പായിട്ട് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന തരത്തിലേക്ക് പോകാതെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? Move away from there. യെസ്, മൂവ് അവേ ഫ്രം ദർ. നമ്മൾ അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കാം. അവിടെ നിന്ന് നമുക്കറിയാം, നമുക്കൊന്ന് അവിടെ നീങ്ങിന്നാ മതി, അപ്പൊ അതിന്ന് മാറാം. പിന്നെ വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാം. ഓക്കെ, Count 1 to 10 in your mind before saying anything or doing anything. യെസ്. ഓക്കെ, എന്താണ് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം, അല്ലെ? അപ്പൊ ആ സമയമൊക്കെ കിട്ടുമ്പോഴേക്കും നമ്മളുടെ ആ ഇമോഷനെ അല്ലെങ്കിൽ അപ്പൊ വരുന്ന ഡീപ്പായിട്ടുള്ള ആ ഒരു ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാണ്. പിന്നെ എന്ത് ചെയ്യാം? Deep breath. ഡീപ് ബ്രെത്ത് എടുക്കുക, അതായത് ദീർഘശ്വാസം എടുക്കുക, അല്ലെ? നമുക്ക് അപ്പോഴും നമ്മൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ അവിടെ ചേഞ്ച് വരും. പിന്നെന്തെങ്കിലും, അല്ലെ? പിന്നെ നമ്മളൊന്ന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. അവരെന്താണ്, അല്ലെങ്കിൽ അവരിപ്പോ ആ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ദേഷ്യം മാറും. അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ സെൽഫ് കൺട്രോൾ ആണ്. അത് ഈ സെൽഫ് കൺട്രോൾ വരണമെങ്കിൽ വെറുതെ വരില്ല, നമ്മൾ അവെയർ ആവണം. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നും നമ്മളിൽ വരുന്ന ചേഞ്ചസും മറ്റുള്ളവരിൽ ആ സമയത്ത് നമ്മളിപ്പോ അവിടെ ആ ദേഷ്യം മുഴുവൻ അവിടെ പ്രകടിപ്പിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം പറ്റിയെന്ന് വരില്ല, സെക്കൻഡ് ടൈം ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം ഇപ്പൊ നാളെയോ അല്ലെങ്കിൽ ഇന്നോ ആരോടെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, നമ്മൾ ആ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കും. പക്ഷെ നമ്മളൊന്ന് അവെയർ ആവാം, നമുക്കൊന്ന് ഇവിടെ കൺട്രോൾ ചെയ്യാമായിരുന്നു, കൺട്രോൾ ചെയ്തെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ടൈം നമ്മൾ ബോധപൂർവം ഒന്ന് മാറി നിൽക്കാം. എന്നിട്ട് നമ്മൾ നോക്കാം, ആ ഒരു സിറ്റുവേഷൻ വളരെ കാമായിട്ട് പോയി. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കാം. ഞാൻ ആ സിറ്റുവേഷനെ ഇത്രയും മോശമാക്കാതെ അതിനെ വളരെ നല്ല രീതിയിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി, എനിക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റി, എന്റെ ആങ്കറിനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി എന്ന് വെച്ചിട്ട് സ്വയം ഒന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൂടെയുള്ളവർ വിചാരിക്കും, ഓ ഇത് എന്തു പറ്റി, എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി എന്ന് അവര് ചോദിക്കാം. അപ്പൊ ഒന്ന് പറയാം, ഞാനൊന്ന് എന്റെ ഇമോഷനെ ഞാൻ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ദേഷ്യം പൂർണ്ണമായി മാറ്റണമെന്നല്ല പറയാം, മാനേജ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, ഇപ്പൊ ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ നമുക്ക് ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ വരുമ്പോ അവരോട് പറയാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞ ഒരു വാണിംഗ് കൊടുക്കുമ്പോൾ അവരും അതിൽ നിന്ന് നമ്മൾ ദേഷ്യം പഠിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവരും ഒഴിവാക്കും. അപ്പൊ നമ്മളൊന്ന് മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരും മാറുകയാണ് ചെയ്യുന്നത്. അവരിലും ഈ പറയുന്ന ഇമോഷൻസ് വെൽബീയിങ് അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വയമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം നമുക്ക്? അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മളുടെ വൈഫിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരിലൊരു ചേഞ്ച് വരുമ്പോ ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? എന്താ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോ എന്താ ഗുണം? സന്തോഷം തന്നെ. സന്തോഷം വരും, പിന്നെയും അത് നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ ചെയ്തു വരുമ്പോ നമ്മളൊരു ട്രഷർ ബോക്സ് തുറക്കുന്നത് പോലെ, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരുടെ പേര് പറഞ്ഞു, അതുപോലെ നമ്മളും മാറാണ്. നമ്മുടെ ഫേസിൽ ആ മാറ്റം വരും, നമ്മുടെ ബോഡിയിൽ ആ മാറ്റം വരും. നമ്മളെപ്പോഴും എക്സസൈസ് ചെയ്തും യോഗ ചെയ്തും മെഡിറ്റേഷൻ ചെയ്തും ഒക്കെ ഹൈ എനർജിയിൽ നിൽക്കുന്നവരാണ്. ആ എനർജി അനാവശ്യമായിട്ട് ബേൺ ചെയ്ത് പോവില്ല. അങ്ങനെ ബേൺ ചെയ്യാതെ നിൽക്കുമ്പോൾ നമ്മുടെ ആ എനർജി നല്ല കാര്യങ്ങളിലേക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ചിന്തകൾ വരും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അതൊക്കെ നമ്മൾ എന്താണ്, നല്ലൊരു എനർജി ലെവലിൽ ഇരിക്കുമ്പോഴായിരിക്കും വരാം.
അപ്പൊ നമ്മുടെ അനാവശ്യമായിട്ട് നമ്മുടെ എനർജിയെ ബേൺ ചെയ്യാനായിട്ട് നമ്മളായിട്ട് അതിന് കൂട്ട് നിൽക്കരുത്. അപ്പൊ അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിൽ വരുന്ന കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചെറിയൊരു ആക്ടിവിറ്റിയും കൂടിയാണ്. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ അത്? You're participating in a race. You overtake the second person. What position are you in? ഉത്തരം ഒന്ന് കിട്ടുന്നവർക്ക് ഇപ്പൊ പറയണ്ട, ഒന്ന് നോക്കിയിട്ട് ആൻസർ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ പറയാം. 5 സെക്കൻഡ് കഴിയുമ്പോൾ പറയാം. എന്നിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് കണ്ടെത്താം. കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. എനിക്ക് കാണുന്നില്ല, പക്ഷെ ആരെങ്കിലും ഒന്ന് സെലീന മാം ഒന്ന് വായിച്ചു വെക്കോ എന്താണ് ആൻസർ എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാലോ. വരുന്നുണ്ടോ ആൻസർ ചാറ്റ് ബോക്സിൽ? എലിസബത്ത് മാമും ഞാനും സെക്കൻഡ് എന്നിട്ടു. ഓക്കെ, ബാക്കി ആരുടെയും വന്നില്ല. ആണോ? ആരും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ആ എന്നാണോ? ഓക്കെ, സെക്കൻഡ് വരുന്നുണ്ട്. മനോജ്, ഹണിമോള്, ഓക്കെ, ജയശ്രീ ഒക്കെ സെക്കൻഡ് വരുന്നുണ്ട്. യെസ്. എന്താണ് കറക്റ്റ് ആൻസർ? എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് തന്നെ എത്തിയത് അല്ലെ? സെക്കൻഡ് പൊസിഷനിലാണ്. യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റേസ്. യു ഓവർടേക്ക് ദ സെക്കൻഡ് പേഴ്സൺ. വാട്ട് പൊസിഷൻ ആർ യു ഇൻ? ഒരു സെക്കൻഡ് നിൽക്കുന്ന ആളെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടേക്കാ വരുന്നത്? ആ സെക്കൻഡ് പൊസിഷനിലേക്കാണ് വരുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിന്നിരുന്നത് നമ്മൾ 2 കാര്യങ്ങളാണ് ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആങ്കർ മാനേജ്മെന്റിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. 2 കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ്. നമുക്കൊരു പരിധി വരെ അല്ലെ നമ്മൾക്ക് ദേഷ്യം നമ്മളിൽ ഉള്ളതാണോ അതോ പുറമേന്ന് വരുന്നതാണോ? എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ മാം. ഇനി മറ്റുള്ളവർക്കും പറയാം. എന്താണ് ദേഷ്യം? നമ്മുടെ ഉള്ളിലുള്ളതാണോ? ഉള്ളിലുള്ളതാണ്. ദേഷ്യം ട്രിഗർ ചെയ്തതാണ്, എക്സ്റ്റേണൽ കാര്യം കൊണ്ട് ട്രിഗർ ചെയ്തു. യെസ് മാം, അതെ. ഉള്ളിലുള്ളതാണ്. നമ്മുടെ ഉള്ളില് ചിലപ്പോ നമ്മുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ളിൽ പെട്ടെന്ന് നിൽക്കുന്നത് പൊട്ടിപ്പുറപ്പെടുന്നതാകാം. മോസ്റ്റ് കേസിലും വരുന്നത് എന്താണ്? പുറമേ നിന്ന്. നമ്മൾ പറയൂലേ എനിക്ക് ദേഷ്യം വരും എന്നാണ് പറയുന്നത് അല്ലെ? എന്റെ ദേഷ്യം ഉള്ളിലുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടാ? ഇല്ല. നമ്മൾ എന്ത് പറയും? എനിക്ക് ദേഷ്യം വരും. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം വന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ദേഷ്യം വരുന്നത് എപ്പോഴാ? നമുക്ക് ആ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഇപ്പോ നമ്മൾ ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ വീട്ടില് പ്രായമായവരൊക്കെ ഒരുപാടല്ല പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടേതായ കാര്യങ്ങൾ അവർ പറയും. അപ്പോ നമ്മൾ എന്താണ് അതിന് ഒച്ചപ്പാട് ബഹളങ്ങൾ ഉണ്ടാക്കുക. സെയിം പേര് തന്നെയാണ് കുട്ടികള്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികള് അവരുടെ ചിന്താഗതി, അവരുടെ ലെവലിൽ അവർ ചിന്തിച്ച് നമ്മളുടെ അടുത്ത് അവർ കാര്യങ്ങൾ പറയും. പക്ഷെ നമുക്കതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടില് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, റേസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ മകൻ ഒരുപാട് നേരം വൈകി വന്നു. നമ്മൾ കുറെ നേരമായി കാത്തിരിക്കണേ, നേരം വൈകി വന്നു. നേരം വൈകി വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അവന്റെ അടുത്ത് പെരുമാറുക? ഒന്ന് പറയാമോ? ഷെയർ ചെയ്യാമോ? എങ്ങനെയായിരിക്കും? വാ മോനെ, വായു, വന്ന് ചോറുണ്ട്, കിടന്നുറങ്ങിക്കോ എന്നാണോ പറയാ? ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 11 മണി 12 മണിയൊക്കെ ആയിട്ടാണ് കയറി വരുന്നത്. എന്തായിരിക്കും? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മുടെ ഭാഷയൊക്കെ മാറും. നീ എവിടെയായിരുന്നടാ എന്നൊക്കെ ചോദിക്കും അല്ലെ? പിന്നെന്തായിരിക്കും ചോദിക്കുക? ഇപ്പൊ നമ്മള് പറയുന്നില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ അതിലെ ഒരു കാര്യം, നേരെ വൈകി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രൈമറി ഇമോഷൻ ഉണ്ട്. ആ പ്രൈമറി ഇമോഷൻ എന്ന് പറയുന്ന വിഷമമാണ്. പക്ഷെ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അത് സെക്കൻഡറി ഇമോഷൻ ആയിട്ട് മാറും.
യെസ് സർ, കറക്റ്റ്. അത് തന്നെയാണ് സർ വിൻസെന്റ് സാർ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മൾ വരുമ്പോ മുഴുവനും ദേഷ്യ പ്രകടിപ്പിക്കാം. പക്ഷെ അതല്ല അതിന്റെ പുറകില് സാറ് പറഞ്ഞ മാതിരി ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ പുറകില് എന്താണുള്ളത്? ഏത് ഇമോഷനാണ്? പേടിയും സങ്കടവും ഒക്കെയാണ്. പേടിയും സങ്കടവും അവനോടുള്ള സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ആ സമയത്ത് അവിടെ പ്രകടിപ്പിക്കുക. സ്നേഹമോ അല്ലെങ്കിൽ നമ്മുടെ പേടി ഇന്നതാണെന്ന് പറയോ അല്ലെങ്കിൽ നമ്മുടെ ആ വിഷമം, നമ്മുടെ ഉള്ളിൽ അവനെ കുറിച്ചുള്ള ആശങ്കകള്, അതൊന്നുമല്ല. നമ്മളെ വേറൊരു രൂപത്തില് നമ്മൾ തന്നെ മാറി ദേഷ്യപ്പെടാ ചെയ്യും. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാറുണ്ടോ? ഒരു പരിധി വരെയൊക്കെ അവര് ഒരു ചെറുപ്പമൊക്കെ ആണെങ്കിൽ, ചെറിയ പ്രായമാണെങ്കിൽ അവര് കുറച്ചു ദിവസം പിന്നെ പോവാതിരിക്കും. പക്ഷെ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? അത് മുഴുവനും ആ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാറുണ്ടോ? നമുക്ക് റിസൾട്ട് കിട്ടാറില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ആ ഓവർടേക്ക് ചെയ്ത്, ഇപ്പൊ വിൻസെന്റ് സാർ പറഞ്ഞ മാതിരി ഓവർടേക്ക് ചെയ്ത് വരുന്ന ആ ഇമോഷൻ അവിടെ പ്രകടിപ്പിക്കാതെ ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അവനെ ഒന്ന് ഇരുത്തി ആ സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇരുത്തിയിട്ട് പറയാം, മോനെ അല്ലെങ്കിൽ മോളെ, ഇങ്ങനെ നേരം വൈകി വരുമ്പോ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എനിക്ക് പേടിയാകും, അല്ലെങ്കിൽ എനിക്ക് വിഷമമാകും, എനിക്ക് ആശങ്കയുണ്ട്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്താണ് ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഇമോഷൻ എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാം. അതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ആ വരുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻ പ്രകടിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. തീർച്ചയായും. ഏതായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക? രണ്ടാമത്. രണ്ടാമത് പറഞ്ഞത് അല്ലെ, നമ്മുടെ ഉള്ളിനുള്ള ആ കാര്യത്തെ. അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ അല്ലെങ്കിൽ ഇപ്പോ ഈ പ്രായം ചെയ്യുന്ന ആളുകളുടെ അവരെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവരെങ്ങനെയാണ്, അവരെന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ്. ഇപ്പൊ ഇവരുടെ കേസിൽ നമ്മൾ കുട്ടികളെ അവരുടെ ലെവലിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ചെന്ന് അവരെ മനസ്സിലാക്കണം. ഇനിയിപ്പോ മറ്റു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവര്, അല്ലെങ്കിൽ പെട്ടെന്ന് അവര് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്തവര്, ചിലവര് നമ്മൾ പറഞ്ഞ അത് മനസ്സിലാക്കാണ്ട് അവര് പറഞ്ഞതിൽ തന്നെ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അവര് ആ പ്രകടിപ്പിക്കുന്നത് ശരിക്കും അവരുടെ അറിവില്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ടീച്ചിങ്, അവര് കാലങ്ങളായിട്ട്, അവര് പാരമ്പര്യമായിട്ട് അവര് കണ്ട ശീലങ്ങളൊക്കെ ആയിരിക്കാം അവർ പ്രകടിപ്പിക്കുന്നത് നമ്മളുടെ അടുത്ത്. അല്ലാതെ അവർക്ക് നമ്മളോടുള്ള ദേഷ്യക്കുറവുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹമില്ലായ്മ കൊണ്ടോ ആയിരിക്കില്ല. അവര് വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ അവര് കണ്ട സാഹചര്യങ്ങള്, അവര് പഠിച്ച കാര്യങ്ങൾ അത് അങ്ങനെയൊക്കെ ആകാം. അതുകൊണ്ട് അവര് നമ്മളുടെ അടുത്ത് അതേപോലെ പെരുമാറും. അപ്പൊ നമ്മളൊന്ന് അവരെ ഒന്ന് നമ്മൾ അതേപടി സ്വീകരിക്കുക എന്നുള്ളതല്ല, അവരെന്തുകൊണ്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഒന്നും കൂടി ഡീപ്പായിട്ട് നമ്മൾ പോയി അവരൊന്നും മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, നമ്മൾ അവരുടെ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റണമെന്ന് നമ്മൾ മക്കളുടെയൊക്കെ പറയാറില്ലേ നമ്മള്. അതായത് അവര് ഇപ്പോ ഹസ്ബൻഡ് വന്നിട്ട് ഒരുപാട് വന്ന് പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചിലപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പെട്ടെന്ന് റേസ് ആവാം. അപ്പൊ ഒപ്പം നമ്മൾ റേസ് ആവാതെ, അല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് റേസ് ആവാതെ ഒന്ന് മനസ്സിലാക്കാം. ആ റേസ് ചെയ്യുന്നത് ശരിക്കും നമ്മളോടുള്ള ദേഷ്യം ആയിരിക്കില്ല പലപ്പോഴും, അല്ലെ? എന്തായിരിക്കാം? ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ അത് ചിലപ്പോ അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലംസ്, അത്രയും സ്ട്രെസ് ആയിട്ട് സ്ട്രെയിൻ ആയിട്ടായിരിക്കാം വരുന്നത്. ആ സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ പെട്ടെന്ന് അവർ ട്രിഗർ ചെയ്യുമ്പോ അതായിരിക്കാം പ്രകടിപ്പിക്കാം. പക്ഷെ നമ്മൾ എന്താണ്, നമ്മളോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് അവിടെ അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാല്, ഒന്ന് നമ്മളൊന്ന് ശാന്തമായാല്, ആ ഒരു സിറ്റുവേഷന്, ആ ഒരു പ്രശ്നത്തിന് നമുക്ക്, അല്ലെങ്കിൽ അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയർ മോശമാക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലേ? പറ്റും അല്ലെ? അതായത് നമുക്ക് അറിയാം നമ്മളോട് സ്നേഹമുണ്ട്, അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ മക്കള്, അല്ലെങ്കിൽ ഇപ്പൊ ജോലി സ്ഥലത്തും ആയിക്കോട്ടെ, അതിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എവിടെയായാലും നമ്മളോടുള്ള ഇതായിരിക്കില്ല, അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവാം, അവരുടെ ഉള്ളില് വേറെ എന്തെങ്കിലും ഉണ്ടാകാം. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് അവരെ മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കൊന്ന് ശാന്തമായിട്ട് എന്താണെന്ന് ചോദിച്ച്, അല്ലെങ്കിൽ എന്താണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വന്നേ, അങ്ങനെയൊക്കെ ഒന്ന് ഒരു സമാധാനപരമായിട്ട് നമ്മൾ അടുത്ത ആള്, അതായത് ദേഷ്യം വരുന്ന ആളല്ല, കണ്ടു നിൽക്കുന്ന ആള് അതേപടി ദേഷ്യപ്പെടാതെ
ഒന്ന് ശാന്തമാവാണെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ നമുക്ക് കാമാക്കാൻ പറ്റും. അതാണ് accepting the situation and the people. ആളുകളെയും അതുപോലെ തന്നെ ആ സിറ്റുവേഷനെയും നമ്മൾ മനസ്സിലാക്കാം, accept ചെയ്യാം, അംഗീകരിക്കാം. അപ്പൊ അതിലൊരു മാറ്റം വരാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ആങ്കറിനെ നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമ്മളിൽ ഉണ്ടാകുന്നത്, നമ്മൾ പറഞ്ഞു ഈ ബേസിക് ആയിട്ടുള്ള 4 ഇമോഷൻസ് എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? ആ ബേസിക് ആയ ഇമോഷൻസിൽ ഏതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്? Anger. ആങ്കർ ആണ്. യെസ്. ഇനി നമുക്ക് വരുന്നത് ഏതാണ്? ഏതൊക്കെയാണ്? Fear, ഫിയർ, sadness, and joy. സാഡ്, ജോയ് അല്ലെ? ഓക്കെ. ഇനി നമുക്ക് വരാറുള്ളത് ഫിയർ അല്ലെ? ഫിയർ വരുന്നത് നമ്മൾ എപ്പോഴും പേടി, ഏത് കാലത്തെ കുറിച്ചായിരിക്കും പേടി ഉണ്ടാവുക നമുക്ക്? ഫ്യൂച്ചർ. ഫ്യൂച്ചറിന് മാത്രമായിരിക്കും പേടി വരുന്നത്? പ്രസന്റ് സിറ്റുവേഷനും പേടി വരാം. പ്രസന്റ് സിറ്റുവേഷനിൽ പേടി വരാം. പിന്നെ റിസൾട്ട് ഓഫ് ദ പാസ്റ്റ്. പാസ്റ്റില് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് എക്സ്പീരിയൻസും പേടിയുണ്ടാവാം. ഒന്ന് നമ്മൾ ഭാവിയെ കുറിച്ച്, നമുക്ക് എന്ത് വരും, എങ്ങനെയാകും, എന്നതിനെ കുറിച്ചുള്ള ഒരു പേടി. ഒന്ന് നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് നമുക്ക് നേരിട്ട അനുഭവങ്ങളെ കുറിച്ചുള്ള പേടി ഉണ്ടാവും. ഈ 2 പേടി കൊണ്ട് നമുക്ക് ഗുണാണോ ദോഷാണോ? ഒന്നും ഗുണമുണ്ടാവില്ലല്ലോ. അല്ല, പക്ഷെ ഭാവിയിലേക്കുള്ള കുറച്ച് പേടി നല്ലത്. യെസ് അല്ലെ? നമ്മള് ഭാവിയെ കുറിച്ച് കുറച്ച് പേടി നല്ലതാ. അതായത് ഒരു ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ഒരു വീട് പണിയുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് പേടിയുണ്ട്, ഇപ്പൊ എക്സാം ഉണ്ട്, അപ്പൊ കുറച്ച് പേടി ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷെ ആ പേടിയുടെ ലെവൽ കൂടിക്കഴിഞ്ഞാലോ അവിടെ നമുക്ക് ഗുണം ചെയ്യും? ഇല്ല. ആവശ്യത്തിന് നമുക്ക് വേണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ ഈ ഫിയർ, ഭാവിയെ കുറിച്ച് നമ്മള് ആശങ്കപ്പെട്ട് വ്യാകുലപ്പെട്ട് നമ്മൾ ഇപ്പൊ ടെൻഷൻ അടിക്കുക ചെയ്യുന്നത്. നമുക്കറിയില്ല എങ്ങനെ വരും, എന്തു വരും എന്നുള്ളത്. നമ്മളിപ്പോ ഇങ്ങനെ ആശങ്കപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്താണ്, നമ്മൾ ഇപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചവരായതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും വരാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാവിയെ കുറിച്ച് അറിയില്ല എങ്കിൽ നമ്മൾ ഇപ്പൊ പേടിക്കുന്നതിന് പകരം നമുക്ക് നല്ലതായിട്ട് വരുന്നു, നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നു, നല്ലൊരു വീട് പണിയാൻ പറ്റുന്നു, മക്കളുടെ കല്യാണം നന്നായിട്ട് കഴിയുന്നു, അങ്ങനെ നല്ലത് ചിന്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നല്ലത് തന്നെയായിരിക്കും വരുന്നത്. നല്ലത് തന്നെയായിരിക്കും വരാം. അതായത് നമ്മൾ എന്താണോ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മളിലേക്ക് ആകർഷിച്ചു വരാന്ന് പറയുന്നു അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ, അതിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ അതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആശങ്ക മാറ്റിയിട്ട് ആവശ്യത്തിന് കുറച്ച് പേടിയൊക്കെ വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറാം. അതുപോലെ തന്നെ പാസ്റ്റില് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിൽ അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ട് മുന്നേറുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് പേടിച്ചിരിക്കുകയല്ല വേണ്ടേ. അപ്പൊ ആവശ്യത്തിന് പേടിയാവാം, അതിൽ കൂടുതൽ പേടിയാകരുത്. ഇങ്ങനെ പേടി വരുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സങ്കടം വരും അല്ലെ? സാഡ്, വിഷമം വരും, സങ്കടം വരും. ഈ സങ്കടവും ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ? എല്ലാ ഇമോഷൻസും കുറച്ചൊക്കെ ആവശ്യമാണ്. കുറച്ച് വേണാണ് അല്ലെ? നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ആ ഒരു സങ്കടമൊക്കെ വരണം ആവശ്യമുള്ള സമയത്ത്. അത് കൂടാതെ നോക്കിയാൽ മതി. ഈ പറയുന്ന ഈ സാഡും അല്ലെങ്കിൽ ഫിയറും നമ്മളിൽ വരും. വിനീത മാം ആണോ സ്റ്റക്കായ? ഞാൻ ആണോ? ഇല്ല സ്റ്റക്ക് ഒന്നും ആണ്. കേൾക്കുന്നില്ല. വിനീത മാം സ്റ്റക്കായ അല്ലെ? നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കും. വരുമെന്ന് കരുതാം. വിളിച്ചു നോക്കണോ? ലീവായി.
വേറൊരു ഇരിപ്പില്ല. ഏ? എന്റെ വേറൊരു അടക്കം അവിടെ ഇരിപ്പില്ലെന്ന്. നെറ്റ് കണക്ഷൻ പോയതാ, അപ്പൊ വരും കയറാമെന്ന് പറഞ്ഞു. കുറച്ചുപേരെങ്കിലും വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വന്നാലാണ് ഭംഗിയാവുക. താങ്ക് യു മാത്യു സാറേ. Okay. Sure. താങ്ക് യു എലിസബത്ത് മാം. മോഹൻദാസ് സാറ് ഇതുവരെ ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പ് തൊട്ട് പോയി. ഇത് ഫാദറാണ് കേട്ടോ, നമ്മൾ ഇറ്റലിയിൽ നിന്ന് കയറുകയാണ്. ഫാദറാണ്. ഓക്കെ. ഇപ്പൊ നാട്ടിലാണ്. നാട്ടിലുണ്ടോ? ഓ അത് ശരി. താങ്ക് യു. ഓക്കെ. ആലപ്പുഴയുണ്ട്. ആലപ്പുഴ. ഓക്കെ. ആ താങ്ക് യു. ഷി ഹസ് കം ബാക്ക്. പോയിട്ടോ, ഞാനപ്പോ ഒന്ന് ഇതിന് കയറി. സോറി. ഓക്കെ ആണോ? ആ മൊബൈലാണോ? അല്ലല്ല, ലാപ്പ് തന്നെ അല്ലേ? ആ ലാപ്പിൽ നിന്ന് പക്ഷെ കിട്ടുന്നില്ല അതിലേക്ക്. ഞാൻ ബീച്ചിലൊക്കെ കൊണ്ടുപോയി അവിടെ നിർത്തി ഞാൻ ഇട്ടേച്ച് പോന്നു എന്ന് വിചാരിച്ചാ. സോറി ട്ടാ. ബീച്ച് അവിടെ വരെ എത്തിയിരുന്നോ? ബീച്ചിലെത്തിയിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, എത്തില്ല അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് ഒരുമിച്ച് ബീച്ചിലേക്ക് ഒന്ന് പോകാം. ഓക്കെ. ഒന്ന് ബീച്ചിൽ നമ്മളെല്ലാവരും ചെന്ന് നിൽക്കാണ്. കണ്ണടയ്ക്കണ്ട, ഇനിയിപ്പോ എന്തായാലും കണ്ണു തുറന്നിരിക്കാം. ബീച്ചിൽ ചെന്ന് നിൽക്കുന്നു, നമ്മള് സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ആ കൈകോർത്ത് പിടിച്ച് നിൽക്കുമ്പോ തിരമാലകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ കാലുകളിലേക്ക് തിരമാലകൾ വന്ന് തഴുകി തലോടി പോകാണ്. നമുക്ക് ആ കാലുകളിലൂടെ ആ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു കുളിര് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു എന്താ പറയാ, ആ ഒരു കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ആ ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആണ് അത്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതാ രണ്ടാമത്തെ തിരമാലകളും നമ്മുടെ കാലുകളിൽ വന്ന് തഴുകി തലോടി തിരിച്ചു പോവാണ്. മൂന്നാമത്തെ തിരമാലയും നല്ല കുറച്ചുകൂടി സ്പീഡില് വന്ന് തിരിച്ചു പോയപ്പോ നമ്മുടെ കാൽപാദത്തിന്റെ ആ ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്താ? ചെയ്തോ? നല്ലോണം ഒന്നും കൂടി തണുക്കവും മണ്ണും ഒക്കെ പോയി അല്ലെ? നമ്മുടെ കാൽപാദത്തിന്റെ അടിയിലുണ്ടായ മണ്ണ് മുഴുവനും ഒലിച്ചു പോയി അല്ലെ? അതുപോലെയാണ് നമ്മളില് ഈ പറയുന്ന സങ്കടവും അല്ലെങ്കിൽ ആ ഫിയറും അല്ലെങ്കിൽ സാഡും ഒക്കെ വരും. വീണ്ടും സ്റ്റക്കായി പോയി. എങ്ങനെയാണ്? കൂടാണോ കുറയാണോ? ഇടയ്ക്ക് സ്റ്റക്കായി. ആണോ? അയ്യോ, കേൾക്കുന്നില്ലേ? ഇല്ല, ഇപ്പഴാ കേട്ടു തുടങ്ങിയ. അതെ അല്ലെ? ആ വെരി സോറി. നമ്മുടെ എനർജി ലെവല് എന്താണ് പറ്റുന്നത്? ചോർന്നു പോകാണ്. നമ്മുടെ കാലിന്റെ അടിയിലുള്ള, കാൽപാദങ്ങളുടെ അടിയിലുള്ള മണ്ണ് ചോർന്നു പോകുന്നത് പോലെ നമ്മുടെ എനർജി ലെവല് കുറയാണ് ചെയ്യുന്നത്. അതായത് പേടി വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ. അപ്പൊ ഇത് വരുമ്പോ നമ്മളൊന്ന് അവെയർ ആവാം. ഈ പറയുന്ന രീതിയിൽ എനിക്കിപ്പോ സങ്കടമാണ് വരുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോ വിഷമാണ് വരുന്നത്, എന്റെ എനർജി ലോസ് ആവാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. അമിതമായ പേടി കൊണ്ടോ അമിതമായ സങ്കടം കൊണ്ടോ വിഷമം കൊണ്ടോ നമുക്ക് ഒന്നും നേടാനില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ എനർജി ലോസ് ആണ്. അപ്പൊ ഈ പറയുന്ന ഈ 4 ഇമോഷനും നമുക്ക് മാനേജ് ചെയ്ത് ആവശ്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. പക്ഷെ ഇതൊക്കെ അനാവശ്യമായിട്ട്, അതായത് ആവശ്യത്തിൽ കൂടുതൽ വരുമ്പോ നമ്മുടെ എനർജി ലോസ് വരുന്നു.
പക്ഷെ ആങ്കർ വരുമ്പോ എന്താണ്, മറ്റുള്ളവർക്കും കൂടി, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ കൂടി നമ്മളുടെ ഈ ദേഷ്യത്തില് അവരും കൂടി ബലിയാടാവുകയാണ് ചെയ്യണേ. അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ ഈ ഇമോഷനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? Yes. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നതൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്താണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് സെൽഫ് അവെയറോടുകൂടി, അതിനെ സെൽഫ് കൺട്രോളോടുകൂടി ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഒന്ന് അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൂടെ? അങ്ങനെ പോകും ആർക്കായിരിക്കും ഗുണം? ആർക്കായിരിക്കും അതിന്റെ ഗുണം? നമുക്ക് ആദ്യം നമുക്ക് ആദ്യം നമ്മളിൽ ഭയങ്കര ചേഞ്ച് വരും അല്ലെ? നമ്മുടെ എനർജി വെറുതെ ലോസ് ആയി പോണതിനൊക്കെ നമുക്ക് അതിനെ പിടിച്ചു നിർത്തി നമുക്ക് ക്രിയേറ്റീവ് ആവാൻ പറ്റും. പിന്നെന്താണ്, നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും അതിന്റെ റിസൾട്ട് നല്ല പോലെ കിട്ടും. അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും നമ്മളുടെ ഈ ഒരു ചേഞ്ച്. അപ്പൊ നമ്മളുടെ ഇമോഷനെ നമ്മൾ ബാലൻസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വിചാരിച്ചാലാണോ, നമ്മുടെ ചുറ്റുപാടുള്ളവർ വിചാരിച്ചാലാണോ സാധിക്കുക? നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇനി നമ്മൾ പറയൂ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ? ആണോ? കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ? തീർച്ചയായും പറ്റും മാഡം. പറ്റും അല്ലെ? യെസ്, നമുക്ക് പറ്റും. നമ്മൾക്ക് പറ്റില്ല എന്ന് വെറുതെ പറയുന്നതാണ്. അപ്പൊ ഇന്ന് മുതല് നമ്മളിൽ എപ്പോഴെങ്കിലും, എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിലുള്ളവരൊക്കെ വളരെ ഇമോഷനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നവരായിരിക്കാം. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഇനി അതിനെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് നമ്മൾക്കും മാറാം. ഒരു ട്രഷർ ബോക്സ് തുറക്കുന്നത് പോലെ നമ്മുടെ ഫേസ് കാണുമ്പോൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ്സും നല്ലൊരു സ്വീറ്റ് മെമ്മറീസും അതേപോലെ നല്ലൊരു എനർജിയും അല്ലെ, നമ്മളെ കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓരോരുത്തർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ആ രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് നമ്മുടെ ഇമോഷനെ ഒന്ന് മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഒപ്പം എന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു മിസ്റ്റേക്ക്, ആ നെറ്റ് ഇഷ്യൂസ് വന്ന് കുറച്ച് ബ്രേക്കായി, അതിന് ഞാൻ സോറി പറയാണ്. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം, നന്ദി. താങ്ക് യു വെരി മച്ച്. വിനീത മാം, മനോജ് ഒയാട്ടി ചോദിച്ചിട്ടുണ്ട് ഇത്രയും സമയം എവിടെയായിരുന്നു എന്നുള്ളത്. ഇത് പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു എന്നുള്ളതായിരിക്കും മനോജ് സാർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു അല്ലെ? എന്തേലും വിനീത മാം വളരെ നമുക്ക് വളരെയധികം വേണ്ടുന്ന ഒരു നമ്മുടെ ആ വികാരങ്ങളെ വളരെ ലഘുവായിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നന്നായി തന്നെ അവതരിപ്പിച്ചു. ഞാനൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഞാൻ എന്റെ ഹസ്ബൻഡിനോട്, ഞങ്ങളൊരു 31 വർഷം ഒരുമിച്ച് ജീവിച്ചു. അദ്ദേഹം ഇന്ന് കൂടെ ഇല്ല. എനിക്ക് ഈ 31 വർഷത്തില് ഒരിക്കൽ പോലും ഏട്ടൻ ശബ്ദമെടുത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളപ്പോ തിരിച്ച് ഞാൻ അതേ ടോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ അത് കഴിയുമ്പോ പിന്നീട് ചെന്ന് ഇതൊന്നും പഠിച്ചിട്ടല്ല, എനിക്ക് പേടിയായിട്ടാ സത്യത്തിൽ. ഇപ്പൊ ശബ്ദം എടുത്താ നമുക്ക് വീണ്ടും കിട്ടുമല്ലോ എന്നുള്ളത് ഓർത്തിട്ട് മിണ്ടാതിരിക്കും. എല്ലാം കഴിഞ്ഞ് പുള്ളി കൂളാകുമ്പോ ചെന്ന് വെച്ച് പറയും, അതെന്തിനായിരുന്നു എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ കാണിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന്. അപ്പൊ നമ്മൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞ് ശരിക്കും പിന്നീട് ആ ദേഷ്യം കാണിക്കാതെയായി. ശരിക്കും ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ ആകെപ്പാടെ ദേഷ്യപ്പെട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ സ്കൂളില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുമ്പോൾ കുട്ടികളോട് ശബ്ദം എടുത്ത് അവരെ ഒന്ന് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ടിട്ടുള്ളതല്ലാതെ നമുക്ക് ശരിക്കും ആ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു കാര്യം കൂടി, എനിക്കൊരു സജഷൻ പറയാനുള്ളത്, കൺട്രോൾ ചെയ്യല്ല, പകരം റെഗുലേറ്റ് ചെയ്യുകയാ വേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഒരു ഫാൻ റെഗുലേറ്റ് ചെയ്യണ പോലെ ആവശ്യമുള്ളത്ര മാത്രം ഉപയോഗിക്കാൻ പാകത്തിന് നമ്മളത് റെഗുലേറ്റ് ചെയ്യുക. കൺട്രോളിങ് മീൻസ് ഇറ്റ്സ് ഓൾറെഡി ഔട്ട്, എന്നിട്ട് നമ്മൾ പ്രഷർ ചെയ്ത് പിടിക്കുക. അപ്പൊ അതിന് ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ലൈക്ക് ഓപ്പണിംഗ് ദ വാട്ടർ ടാപ്പ്. നമുക്ക് കുറച്ച് വെള്ളം മതിയെങ്കിൽ ടാപ്പേ ആദ്യമേ തന്നെ കുറച്ച് വെച്ചാൽ മതി. അതേസമയം നമുക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ ഓസിന്റെ അറ്റത്തൊന്ന് പിടിക്കാൻ ശ്രമിച്ചാൽ
അത് അത്രയും ശക്തിയായിട്ട് തന്നെയാ വരുന്നത്, വളരെയധികം ശക്തി. അതേസമയം നമ്മൾ അത് റെഗുലേറ്റ് ചെയ്ത് കുറച്ച് തന്നെ ആദ്യം ഇട്ട് വെച്ചാൽ അത്രയും ശക്തിയിൽ അത് വരില്ല. അപ്പൊ കൺട്രോളിനേക്കാളും നല്ലൊരു വാക്ക് റെഗുലേഷൻ ആയിരിക്കും എന്ന് ഒരു സജഷൻ എനിക്കുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കറക്ഷൻസ് പറഞ്ഞു തരണം. ഞാനൊരു ഗൂഗിൾ ഫോമും കൂടി ഞാൻ മാമിന് ഇട്ട് തരാം. അപ്പൊ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഇട്ട് തരണം, കറക്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് എവിടെയാണോ ഫീഡ്ബാക്ക് ഇത് ഇപ്പൊ വരും, ഫീഡ്ബാക്ക് ഇത് ഇപ്പൊ വരും. ഫീഡ്ബാക്കിനുള്ള അവസരമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അത് അപ്പൊ കൂടി പറയണേ. ഓക്കെ, സോ ദ ഫ്ലോർ ഇസ് അവേഴ്സ് നൗ. ഫീഡ്ബാക്ക് പറയണവരൊന്ന് ഹാൻഡ് റേസ് ചെയ്താൽ ഇത്തിരി കൂടി എളുപ്പം ഉണ്ടായിരുന്നു നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോവാനായിട്ട്. യെസ്, മാത്യു അച്ഛനാന്ന് പറഞ്ഞു ഞാൻ. യെസ്, പറയൂ സാർ. ഒരു സംശയമുണ്ട്. നമ്മള് ദേഷ്യപ്പെടുമ്പോൾ നമ്മളെയാണ് ആദ്യം ബാധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അതോറിറ്റീസിനോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മളെ അവരെയും ബാധിക്കുമെന്നല്ലേ പറയുന്നത്. ഇപ്പം ധാരാളം പേര്, ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പം പ്രൈം മിനിസ്റ്ററിനോട്, ചീഫ് മിനിസ്റ്ററിനോട്, അങ്ങനെ അതോറിറ്റീസിനോട് ദേഷ്യപ്പെടുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസ് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ ജയിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ഒരു സംശയം. നെഗറ്റീവ് വൈബ്രേഷൻസ് പോകുന്നു. ക്ലിയർ ആയില്ലേ സാർ? ക്ലിയർ ആയില്ല. ഞാനത് ക്ലിയർ ആക്കി കൊടുക്കാം. വിനീത മാം, സർ മാത്യു അച്ഛൻ പറഞ്ഞത് മനുഷ്യര് മുഴുവനും പ്രൈം മിനിസ്റ്ററിനോടും ചീഫ് മിനിസ്റ്ററിനോടും ഒക്കെ ദേഷ്യപ്പെട്ട് കാണിക്കുന്നുണ്ട്, ബട്ട് നത്തിങ് ഹാപ്പൻസ് ടു ദം എന്ന്. അതല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെ. നത്തിങ് ഹാപ്പൻസ് ടു ദം. റിയലി. പക്ഷെ അവര് യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നോട്ട് പോകുന്നു. മനസ്സിലായത്. അതായത് ഇപ്പൊ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഇപ്പൊ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും പറ്റുന്നില്ല, അങ്ങനെയല്ലേ സാർ പറഞ്ഞത്? ആണോ? പക്ഷെ നമ്മളുടെ അത് നമ്മളെ അവരെ കാണലേ ആയിരിക്കില്ലല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഓഫീസിലാണെങ്കിൽ പോലും നമ്മൾ ദേഷ്യം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം എന്ന് തന്നെ ഒരു വശം പറയുന്നുണ്ട്. പക്ഷെ ആ പ്രകടിപ്പിക്കുന്ന രീതി ഓവർ ആവരുത് എന്ന് മാത്രം. ഇപ്പൊ സെലീന മാം പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യല്ല, നമ്മളത് പ്രകടിപ്പിക്കണം. പക്ഷെ അതിനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ ആവശ്യത്തിന്. ഇപ്പൊ ആവശ്യത്തിനാണെങ്കിൽ പോലും എല്ലായിടത്തും നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല. നമ്മളിപ്പോ ഓഫീസിൽ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് പ്രകടിപ്പിക്കില്ല, ചിലപ്പോൾ മാറി നിന്നിട്ടായിരിക്കാം, ചിലർ നേരിട്ട് തന്നെ ആയിരിക്കാം. പക്ഷെ കൂടുതലും ഇതിന്റെ എഫക്റ്റ് വരുന്നത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീട്ടിലുള്ള ചുറ്റുപാടുള്ളവരിലായിരിക്കും. അപ്പൊ അവരെയാണ് ശരിക്കും ബാധിക്കുന്നതാണ് എന്നാണ് എനിക്ക് എന്റെ ഒരു അറിവ്. ചിന്തിക്കുന്നത് തന്നെ വളരെ പവർഫുൾ ആണ്. അതിന്റെ വൈബ്രേഷൻസ് അങ്ങ് പോകുന്നുണ്ട് അല്ലേ? ആദ്യം നമ്മളെ ബാധിക്കും, പിന്നെ അവരെ ബാധിക്കേണ്ടതാണല്ലോ. നെഗറ്റീവ് അവിടം വരെ കൃത്യമായി എത്തുന്നില്ലല്ലോ നമ്മൾ പറയുന്നത്. വി ആർ നോട്ട് ടോക്കിംഗ് ടു ദം സ്ട്രേറ്റ്. ഈവൻ അവർ തോട്ട്സ്, നമ്മൾ ചിന്ത തന്നെ വളരെ പവർഫുൾ ആണ്. അതിന് വൈബ്രേഷൻസ് ആയിട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ ടച്ച് ചെയ്യുന്നില്ല? ആയിരക്കണക്കിന് ആൾക്കാരുടെ നെഗറ്റീവ് വൈബ്രേഷൻസ് അങ്ങ് പോകുമ്പോൾ എന്തുകൊണ്ട് അവരെ അഫക്ട് ചെയ്യുന്നില്ലെന്ന്. അപ്പോഴും there is another version. അവരെ സ്തുതിപാഠകർ ഒരുപാട് പേരുണ്ട്. They are more close to them. അല്ലെ? അവരെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒരുപാട് അവരുടെ ചുറ്റിനുമുണ്ട്. അവരെയും കടന്നു വേണം ഈ വൈബ്രേഷൻസ് അവിടെ ചെല്ലാനെന്ന് ഞാൻ കരുതുന്നു. It is balanced, you said. Yeah, it is not reaching them in that sense. അതിന്റെ ഇന്റൻസിറ്റി ആയിരിക്കും കൂടുതൽ, അവരുടെ ഇന്റൻസിറ്റി ആയിരിക്കും കൂടുതൽ. അവരുടെ തൊട്ട് ചുറ്റുമുള്ളവരായിരിക്കില്ലേ കൂടുതല്. We cannot reach them properly.
നമ്മൾ പറയുമ്പോൾ ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒക്കെ പവർ പറയുമ്പോൾ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അവരിലേക്കല്ല എത്തുന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പോ സെലീന മാമിനോട് ദേഷ്യമുണ്ട്, വെറുപ്പുണ്ടെങ്കിൽ അത് എന്റെ ഉള്ളിൽ കിടന്നാണ് അത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്? എനിക്കാണ് ദോഷം വരുന്നത്. ആ ഒരു തോട്ട് മോശമാണെങ്കിൽ എനിക്കാണ് വരുന്നത്, ഒരിക്കലും സെലീന മാമിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അതിന് പകരം ഞാനിപ്പോ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ദേഷ്യപ്പെടാണ് അല്ലെങ്കിൽ നേരിട്ട് ദേഷ്യപ്പെടാണെങ്കിൽ അത് സെലീന മാമിലേക്ക് എത്തും. പക്ഷെ വേറെ മാറി നിന്നിട്ടാണ് ഞാനത് പറയുന്നതെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെയാണ്, നമ്മളുടെ എനർജിയാണ് കുറയുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അച്ഛൻ പറഞ്ഞത് ഒരു റിപ്ലൈ ഇവിടെ വന്നിട്ടുണ്ട്. ദേ മേ നോട്ട് ബി ടേക്കിംഗ് ഇറ്റ് ഒബ്ജക്റ്റീവ്ലി. അല്ല, നമ്മൾ സംസാരിക്കേണ്ട ചിന്ത അല്ല, that's what. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് കറക്റ്റ് ആണ്. പക്ഷെ അവരെയും ബാധിക്കേലെ ചിന്ത. അവരെ ബാധിക്കുന്നതിന്റെ അതാണ് ഞാൻ മനസ്സിലാക്കിയപ്പോ എലിസബത്ത് മാമോ ഒക്കെ പറഞ്ഞ പോലെ ദാറ്റ് ഇന്റൻസിറ്റി ഡിഫറൻസ് ഇസ് ദേ. ശ്രുതി പാഠകരുടെ ഇന്റൻസിറ്റി സോ ഹൈ ദാറ്റ് നമ്മുടെ ഈ കുറച്ചു പേര് മാത്രല്ലേ ഇപ്പൊ തന്നെ രാഷ്ട്രീയം പറയാൻ പാടില്ലെങ്കിലും നടക്കുന്ന എത്രയോ കാര്യങ്ങൾക്ക് വാട്ട് ആർ വി ഡൂയിങ് ആസ് എവറി സിറ്റിസൺ ഹു ഇസ് അഗെയിൻസ്റ്റ് ഇറ്റ്? വാട്ട് ആർ വി ഡൂയിങ്? നമ്മൾ ഈ വെറുതെ ഒന്ന് പറയുന്നതോ? വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. വി ആർ റിയലി നോട്ട് ഡൂയിങ് എനിത്തിങ്. സത്യം എവിടെയാണോ, നീതി എവിടെയാണോ, അവിടെയുള്ള അതിൽ നിൽക്കുന്നവര് വളരെ ചുരുക്കം പേര് മാത്രമാണ് ശബ്ദമുയർത്തുന്നത്. I feel that the majority are good people here, but they keep quiet. They belong to themselves എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. They are scared to put out themselves. വളരെ ചുരുക്കം പേര്. ഓക്കെ, ഇനി വിനീത മാമിന്റെ സെഷനെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ പോരട്ടെ. Because that is what we need. ഹലോ വിനീത മാം. Yes, മോഹൻദാസ് sir. താങ്ക് യു വിനീത മാം, താങ്ക് യു. കേൾക്കുന്നുണ്ടല്ലേ? യെസ്, കേൾക്കാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി മാം വളരെ സുന്ദരമായിട്ട് വളരെ ലളിതമായി ചെറിയ ചെറിയ കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞു തന്ന് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. വളരെ നന്നായിട്ടുണ്ട് ക്ലാസ്. താങ്ക് യു. താങ്ക് യു മാം. Yes, Elizabeth Susan ma'am was about to talk. ഞാൻ പറയാൻ വന്നത് വളരെ നല്ല സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് നല്ല സ്മൈലിംഗ് ഫേസ്, ഹാപ്പി ഫേസ്, അങ്ങനെ വളരെ നല്ല പ്ലസന്റ് ആയിട്ട് ആണ് അവതരിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് വെരി എൻജോയബിൾ. അറ്റ് ദ സെയിം ടൈം ദ മെസ്സേജ് ഈസ് ഓൾസോ കമ്മിങ് ത്രൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ an effective session. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. Dido Alex പുള്ളി ആരോ പുള്ളിയാണ് റെസ്പോണ്ട് ചെയ്തിരുന്നത്. നല്ല സെക്ഷൻ ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ പ്രസന്റേഷനും വളരെ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ അമ്മമാരെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ഒരു കേട്ട കാര്യമാണ്. കുട്ടികളോട് പ്രകടിപ്പിക്കുന്നത്, കുട്ടികൾ താഴെ വീണ് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അവരെ എടുത്ത് ആദ്യം ഒരു അടി കൊടുക്കും. അത് നമ്മൾ അവരെ മെന്റൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു അടി കൊടുത്തിട്ടാണ് പിന്നെ അവർക്ക് ജ്യൂസ് മേടിച്ചു കൊടുക്കും, മസാല ദോശ മേടിച്ചു, എല്ലാ കാര്യങ്ങളും ആശുപത്രി കൊണ്ടുപോകും. രണ്ടാമത് സെക്കൻഡറി ആണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ കയറി വന്ന മക്കളോട് ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവൻ അപ്പനല്ലാണ്ടാവുകയും അമ്മയല്ലാണ്ടാവുകയും ചെയ്യും. നീ ഇവിടെ പോരാന്ന് ചോദിക്കും. വ്യത്യാസം വരെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ നേരം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി. നമ്മുടെ സമയത്തിന്റെ ഒരു കുറവ് ഉണ്ടായെങ്കിലും കീപ് ഇറ്റ് അപ്പ്. നല്ലതാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. യെസ്, ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി പറയാൻ ഒരു അഭിപ്രായമൊക്കെ പറ? യെസ്, യെസ് മാത്യു സർ. Way of presentation, always with a smile, no? That gives an effect. നല്ലൊരു എഫക്റ്റ് ഉണ്ടാകും സംസാരിക്കുന്നത്. When you speak with a smile, that's good. Congratulations that you are able to do that. Yeah.
താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛൻ. സോറി കേട്ടോ, എനിക്ക് അതെ അതെ പേര് അച്ഛന്റെ ഫാദർ എന്ന് ഇടാത്ത കാരണം നമുക്ക് സാറൊന്നും അറിയാതെ വരുവാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ജോസഫ് ജോൺ സാറേ. ജോസഫ് ജോൺ സാർ ഉണ്ടോ? സാർ ഇപ്പൊ ലീവായി. ഇല്ല സാർ ഉണ്ട്. സാർ ലീവായിട്ടില്ല. ലൈവ് ആണോ എന്നറിയില്ല. ഓക്കെ സാർ, സാർ കേൾക്കുന്നുണ്ടോ? ക്ലോസ് ചെയ്തോളൂ. പുറത്താണ്, വെളിയിലാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ജയശ്രീ പറയൂ. എക്സലന്റ് പ്രസന്റേഷൻ ആണ്, എക്സലന്റ് പ്രസന്റേഷൻ ആയിരുന്നു. വളരെ എല്ലാവരിലേക്കും നേരിട്ട് കൺവേ ചെയ്യാൻ പറ്റി മാഡത്തിന്റെ ആ ഒരു ആശയങ്ങൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് വാസ് അതുപോലെ തന്നെ ഒരു ഒരു എല്ലാവരും അഭിപ്രായം ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടുള്ള ഇന്ററാക്റ്റീവ് മോഡ് രസമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. സാറ് ഒരു നന്ദി എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാമോ? പോയോ ജോസഫ് ജോൺ സാർ? സാർ പോയി കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ അത് പറയാനുള്ള സിറ്റുവേഷനിലല്ല, അതാണ്. ഓക്കെ ഫൈൻ, ശരി. ജയശ്രീ മാം, are you there? യെസ് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. വളരെ നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു, സ്മൈലിംഗ് ഫേസ്, മാമിന്റെ മാതിരി വീഡിയോ ഷെയറിംഗ് എല്ലാം നല്ലതായിരുന്നു. സത്യത്തിൽ കുറച്ചു നേരം പോയപ്പോ എനിക്കൊരു ആൻസൈറ്റി തോന്നി, ഇനി തിരിച്ചു വരുവോ എന്നുള്ളൊരു ഇത് തോന്നി, കിട്ടിയാ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നി. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണെങ്കിലും അതൊന്നുകൂടെ എന്താ പറയാ, ഒന്നുകൂടെ ഒന്ന് ചുരണ്ടിയെടുക്കാൻ പറ്റുന്നല്ലേ. തുരുമ്പ് പിടിച്ച് കിടക്കണമെന്നൊന്ന് മാറ്റി, ക്ലാവ് പിടിച്ച് മാറ്റി ഒന്ന് മിനുസപ്പെടുത്തി എടുത്താൽ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് തന്നെ ഒരു സെൽഫ് അവയർനെസ് ആണ് ഇനി എന്താ ചെയ്യേണ്ടത് ദേഷ്യം വരുമ്പോ. എനിക്ക് ഒരാഴ്ച മുമ്പ് എനിക്ക് എന്നെ കൺട്രോൾ വിട്ടു, ഒരു ദേഷ്യം വന്നു. അപ്പൊ മാം പറഞ്ഞപ്പോ ഞാൻ ആ ഒരു സന്ദർഭമാണ് ഓർത്തത്. അപ്പൊ ഇനി അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി, ഒരു അവയർനെസ് കൊണ്ടുവരുന്ന ക്ലാസ് ആയിട്ട് തോന്നി. താങ്ക് യു സോ മച്ച് മാം ഫോർ യുവർ ലവ്ലി വേർഡ്സ് ആൻഡ് പ്രസന്റേഷൻ. താങ്ക് യു സെലീന മാം, ആദ്യം തൊട്ട് അവസാനം വരെ ലൈവ്ലി ആയിട്ട് നിന്ന് എല്ലാവരെയും ഇതിലോട്ട് ഉൾക്കൊള്ളിച്ച സെഷന്, ഇന്നത്തെ ഉറവ് വെബിനാറിന് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ കൊണ്ടുപോയതിന് സെലീനാമിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ മാത്യു സാർ എന്റെ കൊളീഗാണ്, NLP ക്ലാസ്സിലെ സാർ എന്റെ കൊളീഗാണ്. സാറിന് അറിയാമെന്ന് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജോസഫ് സാറ് വന്നു. തല കാണിച്ചു ഇപ്പൊ. ഞാനേ പുറത്തായിരുന്നേ, അതുകൊണ്ടാണ് പുള്ളിക്കാര് എല്ലാരും വിളിക്കാറുള്ളതാണ്. വിളിച്ചില്ലാണ്, റിസർച്ച് പേഴ്സണെ വിളിക്കാറുണ്ട്, വിളിച്ചില്ലെന്ന്. പുറത്താന്ന് സാറ് നേരത്തെ പറഞ്ഞു. അതെ, പക്ഷെ കറക്റ്റ് ടൈമിന് തന്നെ മാഡം കേറിയിട്ടുണ്ടായിരുന്നു സാർ. സൈജ് സംസാരിച്ചിട്ട് കേറി, പിന്നെ എപ്പോഴോ കട്ടായി പോയി അറിയാതെ. അപ്പൊ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാലേ? Okay, thank you so much for all the participants. Yes.